ഇയാളിത് എന്താ ചെയ്യുന്നതെന്ന് കണ്ടോ? ബിരിയാണി കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞണ്ട് കറി കണ്ടു. പിന്നെ ഞണ്ടും ബിരിയാണിയും കൂടി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംഗതി ഞണ്ട് കറി നല്ല രുചിയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ പൊതിച്ചോറിന്റെ ഒപ്പം കിട്ടുന്ന മീൻ മുളകിട്ടതുണ്ട്. പിന്നെ പൊതിച്ചോറിന്റെ സൈഡ് കറികളും ചോറിന്റെ ഒപ്പം ആ ഉപ്പുമാങ്ങ ചമ്മന്തിയും മീൻ കറിയൊക്കെ ആവുമ്പോഴേ എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ ഈ പൊതിച്ചോറ്. ഈ സർവീസിൽ നിൽക്കുന്ന കുട്ടിയുണ്ടല്ലോ, ഭയങ്കര ആക്റ്റീവ് ആണ്. ഊണിന്റെ ഒപ്പം 3 തരം സൈഡ് കറികൾ ഒഴിച്ചു തന്നിട്ട് കഴിച്ചോ ചേട്ടാ കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. മീൻ വറുത്തതും മീൻ കറികളും ഇതുപോലൊരു തട്ടിലാണ് കൊണ്ടുവരിക. നമുക്ക് ആവശ്യമുള്ള മീൻകറി എടുത്ത് കഴിക്കാം. ഊണിന്റെ ഒപ്പം മീൻകറി അല്ലേ അങ്ങോട്ട് ചേരുക. കാളാഞ്ചി തലക്കറിയും ചെമ്പല്ലി പൊള്ളിച്ചതും നെയ്മീൻ തവ ഫ്രൈയും അടക്കം നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ മീൻ വിഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ബിരിയാണികളാണ്. ബീഫൊക്കെ നല്ല പഞ്ഞി പോലെ വെന്തിരിക്കുവാണ്. വായിലേക്ക് വെച്ചാൽ വെറുതെ അലിഞ്ഞു പോകുന്നുണ്ട്. ചിക്കൻ ബിരിയാണിയും ചെറിയ അരിയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിന്റെ രുചിയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണി ആയിരിക്കും. ഉച്ചയൂണിന്റെ സമയം കഴിഞ്ഞ് വൈകിട്ടാകുമ്പോൾ നല്ല ചായയും സ്നാക്സും ഐസ്ക്രീമും മൊയ്ത്തൊക്കെ കഴിച്ചിട്ട് വൈബടിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടി ഇവിടെ ഉണ്ട്. നല്ല പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള ലാക്കുഷി റെസ്റ്റോറന്റ് വരുന്നത് കൊച്ചി വൈറ്റ്ലയിൽ തന്നെയാണ്. ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്.